ഞാൻ വലിയപ്പെട്ട തിരക്കുന്നേ. ഈ മോഹിനിയാട്ടം പഠിപ്പിക്കുന്നതിന് എത്രയോ? മോഹിനിയാട്ടോ? അങ്ങനെയല്ലല്ലോ, നമ്മള് മാസം മാസമല്ലേ ഫീസ് വാങ്ങിക്കുന്നത്. അല്ല, മോഹിനിയാട്ടം മാത്രം പഠിപ്പിക്കുന്ന എത്ര? ഒരാഴ്ചയായിട്ട് പഠിപ്പിക്കും. ആരെ പഠിപ്പിക്കാനാ? നമ്മുടെ ബാവുന്റെ കടയിലെ ബാവുന്റെ പെങ്ങടെ മോള്. ബേസിക് ഒക്കെ അറിയാവുന്ന വെച്ചാണ്. അറിയാവുന്ന വെച്ച് പഠിക്കാൻ വരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനോട് ആദ്യം വരാൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങോട്ട് പോകണ്ട, അത് കുച്ചിപ്പൊടി കഴിഞ്ഞിട്ടേ. എങ്ങോട്ട് മാറി? എനിക്ക് ബാത്റൂമിൽ മാറിക്കോ, ഓടിക്കോ. എന്ത് വെച്ചത്? എന്തോ അത് വന്ന് എന്ത് വന്നെന്ന്? അതൊക്കെ ഞാൻ പറയാം. ഞാൻ പറയാം. ഒരു സന്തോഷമുണ്ട്. പറയാം പറയാം, എല്ലാവരും ഒന്ന് നിക്ക്. ഞാൻ ജയിച്ച്. എന്താണ് പറയാം. ഇവളിവിടെ ഇന്നലെ കാണിച്ച കൂത്തുകൾ എന്താന്ന് നിങ്ങൾ കണ്ടില്ലല്ലോ. ഞാൻ പൊട്ടച്ചൂത്താണ് ഞാൻ. നിങ്ങളെ രണ്ടുപേരെയും പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കും ഇതിനകത്തൊരു ഇതുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് റാങ്കുകാരിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. വായിക്ക് വായിക്ക്, പേരെന്ന് വായിക്ക്. ലില്ലി മത്തായി. ലില്ലി മത്തായി. അതായത് നിന്റെ ഭാര്യ. അയ്യടി കൊടുക്കും ഞാൻ. നിന്റെ ഭാര്യ അതേ നിൽക്കുന്ന ലില്ലി മത്തായി. വായിക്ക് ക്ലീറ്റോ. നിങ്ങളുടെ പെങ്ങളുടെ മാർക്ക് വായിക്ക്. വായിക്കേ. 213 മാർക്കും വെച്ചിട്ടാണ് നീ എന്നെ കുറ്റം പറഞ്ഞല്ലേ? ഈ കൊച്ചിനൊന്ന് മാറിക്ക പൊന്നെ. ഈ കൊച്ചിന് ആരുടെ ബുദ്ധിയാന്നാ നീ പറഞ്ഞത്? എന്റെ ബുദ്ധിയാന്നല്ലേ? നിന്റെ ബുദ്ധി. നീ വലിയ റാങ്ക് മേടിച്ച ആളൊന്നും അല്ലല്ലോ. ഞാൻ മണ്ടിയാണെന്ന്. എന്റെ ബുദ്ധി നിനക്ക് അറിയാൻ പാടില്ല. നീ ഇത് എവിടെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. നോക്കിക്കോ. ഇതുമായിട്ട് ഞാൻ സുലി ചേച്ചിയുടെ അടുത്ത് പോകും. ഈ നാട് മുഴുവൻ കാണിക്കും നീ തോറ്റ ആളാണെന്ന്. 210 3 മാർക്കല്ലേ കൂടുതൽ? അതെ, ഇങ്ങോട്ട് നോക്കിയേ. ഇപ്പോഴും ഞാൻ തന്നെ ജയിച്ചു നിൽക്കുന്നത്. എനിക്ക് എത്ര മാർക്കുണ്ട് ഒന്നുകൂടെ പറ. അറിയാൻ പാടില്ല. 213. ചേച്ചിക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 159. അതിൽ കണക്കിന് 4, മലയാളത്തിനാണ് ഏറ്റവും കൂടുതൽ 34. കണക്കിന് 4. ചേച്ചി, ഞാൻ ഈ നിമിഷം വരെ സുലി ചേച്ചിയോട് പറഞ്ഞിട്ടില്ല ചേച്ചി തോറ്റ കാര്യം. പക്ഷെ ഇനി ഞാൻ പറയും. സുലി ചേച്ചിയോട് മാത്രമല്ല, പെൺപുലിയിലുള്ള എല്ലാരോടും. ഒരു 10ാം ക്ലാസ് പോലും ജയിക്കാത്ത ആളാണ് ഞങ്ങളുടെ തലപ്പത്തിരിക്കുന്നതെന്ന്. ഞാൻ ചേച്ചിനെ താഴെ ഇറക്കിയിരിക്കും. ദേ ഇങ്ങോട്ട് നോക്ക്. ഇനി സുലി ചേച്ചിനെ കാണിക്കണോ? അന്നെങ്കിതാ തരാൻ മാറേട്ടാ. ഓരോന്നും കൊണ്ട് വന്നേക്കുന്നു. കൈവിട്ടുപോയി. അറിയാതെ പറഞ്ഞു പോയാണ്. പെട്ടെന്ന് ഒരു ആവേശത്തിൽ ചോദിച്ചപ്പം ഇനി പറയില്ല. ഏകാന്തതയുടെ ഞാൻ ആരോടും പറയത്തില്ല. അപ്പൊ അമ്മ പറഞ്ഞ സത്യല്ലേ എനിക്ക് മാമിയുടെ ബുദ്ധി കിട്ടിയെന്ന്.